ഈ പിന്നെ പെണ്ണുപിടിയന്മാരായിട്ടുള്ള യൂത്തന്മാരാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് പെണ്ണുപിടിയനാണെന്ന് അറിഞ്ഞിട്ട് അവനെ എന്റെ പിൻഗാമിയാക്കി ഊത്തന്റെ പ്രസിഡന്റ് ആക്കണം എന്ന് പറയുക, അവനെ എന്റെ പിൻഗാമിയാക്കി എന്റെ മണ്ഡലത്തിൽ കൊണ്ടിടണം എന്ന് പറയുക. അപ്പൊ ഈ പറയുന്നോണ്ട് ഇവന്റെ കൂട്ടുകച്ചവടം ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. സിബി ഒരു വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സിബിയെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിബി ഞാനും തമ്മിൽ തെറ്റിയാൽ എന്റെയും രഹസ്യങ്ങൾ സിബി പുറത്തു പറയും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത്, അതുകൊണ്ടാണ് ഈ ഓപ്പൺ റേറ്റ്സ് ഇട്ട് കളിക്കുന്നത്. അപ്പൊ ഇവന്മാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വൃത്തികേട്. ഇവരെ ആരെ തീരുമാനിക്കാൻ? ഇവിടെ മുതിർന്ന നേതാക്കന്മാർ റെസ്പെക്ട് ചെയ്യാത്ത ചില ആളുകളുടെ കൂടെ വേദി പങ്കിട്ടില്ല എന്ന് പറയുന്നു. ഇവരൊക്കെ നാളെ ഒന്ന് വളർന്നു വന്ന് മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ അത് ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഇമാതിരി ഇത്തിൽ കണ്ണികളെ നിലയ്ക്ക് നിർത്തുകയും വരച്ച വരയിൽ നിർത്തുകയും നീയൊക്കെ അതിന് മാത്രം ആവുമ്പോൾ പറഞ്ഞാൽ മതി. ഇത് പണ്ട് നിങ്ങൾ നടന്നിരുന്നോ? ഈ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൽ കൂടെ കടന്നു വന്നതല്ലേ? ഈ കേസ് വേണുഗോപാൽ കേസിൽ കൂടെ കടന്നു വന്നതല്ലേ? വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്?